മത്തങ്ങ പയർ കറി. മത്തങ്ങ ആവശ്യമുണ്ട്, പച്ച പയർ. ഇത് രണ്ടും നമ്മൾ കുക്കറിലേക്ക് ആദ്യം ഇടണം. മത്തങ്ങ ഇടും, പയറും ഇടും. മഞ്ഞപ്പൊടി നമ്മൾ ഒരു സ്പൂൺ ഇടാം അല്ലേ? തളിക്കാം. ഒന്നോ ഇത് ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി. കല്ലുപ്പാണ് മമ്മി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കല്ലുപ്പ് ഇത്ര മതിയോ? കുറച്ചുകൂടി കല്ലുപ്പ് ആവശ്യത്തിന് ഇടുന്നു. ഇനി ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഇത് അടച്ച് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി. തേങ്ങ ഇത്രയും വേണം, പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ ചെറിയുള്ളി. അപ്പൊ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ, ഒന്നുമില്ല, തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, ഇത് എല്ലാം ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചിട്ട് മമ്മി ഇപ്പൊ കൊണ്ടുവരും. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെന്ത സാധനം നന്നായിട്ട് ഉടയ്ക്കും. നല്ലപോലെ മിക്സ് ചെയ്യും. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, ഇത്രയും സാധനം എന്തെങ്കിലും അരച്ച് വെച്ചിരിക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ഇതിലിട്ടോണ്ട് ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇളക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ കടുക് വറുക്കാൻ, അതായത് താളിക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇഷ്ടത്തിന് ഒഴിക്കാം. ഓക്കെ, 2 സ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം അരി നമ്മൾ ഒരു ഇച്ചിരി അരി ഇടുക. കുറച്ച് തേങ്ങ ഇട്ടു. അരി പൊരിയായി. ടേസ്റ്റ് കണ്ടോ? ഇതാണ് ഞാൻ പറയുന്നത്, അമ്മമാർ എന്തോ ഒരു സീക്രട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതൊക്കെ. നല്ലപോലെ മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. സ്ലിങ് പ്ലിങ് ഒക്കെ മൊത്തത്തിൽ എന്റെ ലൈഫ് ഇപ്പൊ പ്ലിങ് ആണ്. അപ്പൊ ആ താളിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ടു. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാനൊരു ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടാന്ന് പറയും.